ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ, കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ഒന്നും അറിയില്ലെന്ന മന്ത്രി, ഹാക്കിന് പൊളിഞ്ഞിട്ടും ഗോപാലകൃഷ്ണന് ഇളവ്, പ്രശാന്ത് പുകഞ്ഞ കൊള്ളി. തിരുവനന്തപുരം. മതാടിസ്ഥാനത്തില് വാട്സാപ്പ് ഗ്രൂപ്പുകള് തുടങ്ങിയെന്ന ആരോപണത്തിന്റെ പേരില് സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥനെ 2 മാസം പോലും തികയുന്നതിനു മുൻപ് തിരിച്ചെടുക്കുന്നു. IAS അസോസിയേഷന് പ്രസിഡന്റ് കൂടിയായ V. അശോകിനെ മന്ത്രി പോലും അറിയാതെ വകുപ്പിൽ നിന്ന് തെറിപ്പിക്കുന്നു. ചീഫ് സെക്രട്ടറിയെ ചോദ്യം ചെയ്ത പ്രശാന്തിന്റെ സസ്പെൻഷന് 120 ദിവസം കൂടി നീട്ടുന്നു. സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന IAS തലപ്പത്ത് നടക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങള്. കൃഷിവകുപ്പ് പ്രിൻസിപ്പല് സെക്രട്ടറിയായിരുന്ന B. അശോകിനെ മാറ്റിയതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് കൃഷിമന്ത്രി P. പ്രസാദ് പ്രതികരിച്ചത്. അതേസമയം മന്ത്രിസഭയെടുത്ത തീരുമാനമാണിതെന്നും ഇതേപ്പറ്റി കൂടുതലൊന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും മന്ത്രി പറയുന്നു. നടപടിയിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും വിവാദങ്ങൾക്കില്ലെന്ന നിലപാടാണ് മന്ത്രിയുടെ വാക്കുകളിൽ ഉള്ളത്. കൃഷിവകുപ്പിലെ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാന് പിടിക്കുന്ന സെക്രട്ടറിയെ മന്ത്രി പോലും അറിയാതെ മാറ്റിയതിന് പിന്നിലെ IAS ചേരിപ്പോരിന്റെ കാണാക്കഥകളാണെന്നാണ് അടക്കംപറച്ചില്. IAS അസോസിയേഷന് പ്രസിഡന്റായ V. അശോക് പ്രശാന്തിന് പിന്തുണ നൽകുന്നുവെന്ന ധാരണയാണ് സ്ഥാനം തെറിക്കാന് കാരണമെന്നാണ് റിപ്പോർട്ട്. IAS ചരിത്രത്തിലെ തന്നെ അപൂർവ നടപടിയായാണ് ഒരേ ദിവസം 2 മുതിർന്ന ഉദ്യോഗസ്ഥരായ K. ഗോപാലകൃഷ്ണനെയും പ്രശാന്തിനെയും ഒരുമിച്ച് സസ്പെൻഡ് ചെയ്തത്. ഒടുവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് ഉൾപ്പെടെയുള്ളവരുമായി ഏറെ അടുപ്പമുള്ള ഗോപാലകൃഷ്ണന് അകത്താവുകയും ജയതിലകിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ പോർമുഖം തുറന്ന പ്രശാന്ത് പുറത്തുതന്നെ നിൽക്കുകയും ചെയ്യുന്ന നിലയാണുള്ളത്. ചാർജ് മെമ്മോയിലെ കാര്യങ്ങൾക്ക് വിശദീകരണം തേടി സുപ്രീംകോടതി വിധികള് ഉദ്ധരിച്ച് 6ഓളം കത്തുകള് പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി. മതാടിസ്ഥാനത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പുകള് തുടങ്ങിയെന്ന വിവാദത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥന് K. ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്ത് 2 മാസം പോലും തികയുന്നതിനു മുൻപാണ് സർക്കാരിന്റെ അതിവേഗ നടപടിയിലൂടെ തിരിച്ചെടുത്തത്. താന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി ഗോപാലകൃഷ്ണന് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ മറുപടി മുഖവിലയ്ക്ക് എടുത്താണ് തിരിച്ചെടുക്കാന് തീരുമാനിച്ചത്. എന്നാൽ IAS ഉദ്യോഗസ്ഥർക്കിടയില് മതാടിസ്ഥാനത്തില് വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കിയത് ആരാണ്, എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ ചോദ്യങ്ങള് ബാക്കിയാവുകയാണ്. വിഷയത്തിലെ അടിമുടി ദുരൂഹതയാണ് നിറഞ്ഞു നിന്നിരുന്നത്. ഗോപാലകൃഷ്ണന് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് അന്വേഷണത്തില് വ്യക്തമായിരുന്നു. ഗോപാലകൃഷ്ണന് തന്റെ ഫോണ് ഫോർമാറ്റ് ചെയ്തു കൈമാറിയതിനാല് അന്വേഷണവും ഫലപ്രദമായി നടത്താന് പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തന്റെ ഫോണ് ഹാക്ക് ചെയ്താണ് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിലും മുസ്ലിം ഉദ്യോഗസ്ഥരുടെ പേരിലും ഗ്രൂപ്പുണ്ടാക്കിയതെന്നാണ് ഗോപാലകൃഷ്ണന് പോലീസില് പരാതി നൽകിയിരുന്നത്. എന്നാൽ ഹാക്കിംഗ് നടന്നതായി തെളിവില്ലെന്ന് മെറ്റയും ഗൂഗിളും പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഗോപാലകൃഷ്ണന്റെ ഫോണിലെ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്നും വിവാദ ഗ്രൂപ്പ് രൂപീകരിച്ച സമയത്ത് 2 ഫോണുകളും അദ്ദേഹത്തിന്റെ കൈവശം തന്നെയുണ്ടായിരുന്നുവെന്നും കാട്ടി ചീഫ് സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് നൽകി. ഇതോടെ ഗോപാലകൃഷ്ണനോട് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടി. തനിക്ക് ലഭിച്ച വിശദീകരണം തൃപ്തികരമല്ലെന്നും ഉചിത നടപടി സ്വീകരിക്കണമെന്നുമുള്ള ശുപാർശയോടെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്കു റിപ്പോർട്ട് നൽകിയതോടെയാണ് സസ്പെൻഷനു കളമൊരുങ്ങിയത്. എന്നാൽ പിന്നീട് ഗോപാലകൃഷ്ണന് നൽകിയ മറുപടി കണക്കിലെടുത്താണ് ദ്രുതഗതിയില് സസ്പെൻഷന് പിൻവലിച്ച് സർവീസിലെടുത്തിരിക്കുന്നത്. അതേസമയം പ്രശാന്ത് കുറ്റാരോപണ മെമ്മോയ്ക്കുള്ള മറുപടിയായി ചീഫ് സെക്രട്ടറിയുടെ നടപടികളെ ചോദ്യം ചെയ്ത് കഥയച്ചതാണ് മേലധികാരികളെ ചൊടിപ്പിച്ചതും 4 മാസം കൂടി പ്രശാന്ത് പുറത്തു നിൽക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരായി സമൂഹമാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചതാണ് പ്രശാന്തിന്റെ സസ്പെൻഷനു കാരണം. ജയതിലകും ഗോപാലകൃഷ്ണനും ചേർന്ന് തനിക്കെതിരെ നീങ്ങുന്നുവെന്നാണ് പ്രശാന്ത് ആരോപിക്കുന്നത്. മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയില്ലെന്നും 2 തവണ കത്ത് നൽകിയെങ്കിലും മറുപടിയായി വിശദീകരണ കത്ത് നൽകുകയാണ് പ്രശാന്ത് ചെയ്തതെന്നും പ്രശാന്തിന്റെ സസ്പെൻഷനിലെ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. തനിക്ക് മെമ്മോ നൽകിയതില് ചീഫ് സെക്രട്ടറിയോട് പ്രശാന്ത് നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. സുപ്രീംകോടതി വിധികള് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്ത് മറുപടി നൽകിയത്. ചാർജ് മെമ്മോയില് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിജിറ്റല് തെളിവുകള് സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയും പ്രശാന്തും തമ്മിലുള്ള എഴുത്തുകുത്തുകള് തുടരുന്നതിനിടെയാണ് സസ്പെൻഷന് നീട്ടിയിരിക്കുന്നത്. ഇതിനിടയിലാണ് B. അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണര്, കാർഷിക സർവകലാശാല വൈസ് ചാൻസലര് എന്നീ പദവികളിൽ നിന്ന് മാറ്റി അപ്രതീക്ഷിതമായി തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത്. എന്നാൽ ആരോഗ്യ കാരണങ്ങളാല് അവധിയെടുക്കുന്നതിനാല് അദ്ദേഹം ഉടനെ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലേക്കു കടക്കില്ലെന്നാണ് സൂചന. അശോകിനു പകരം ആരെ കൃഷിവകുപ്പിലേക്ക് നിയമിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. കമ്മീഷനിലേക്ക് നിയമിക്കുന്നതോടെ അശോക് സെക്രട്ടേറിയറ്റിനു പുറത്താകും. ഇപ്പോൾ IAS അസോസിയേഷന് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കമ്മീഷൻ അധ്യക്ഷനാകുന്നതോടെ ഈ പദവി ഒഴിയണമെന്ന ആവശ്യമുയരാം. ബോബി ചെമ്മണൂർ ജയിലിൽ തുടരും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കൊച്ചി, കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണമെന്നു പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത്. എന്താണ് ഇത്ര ധൃതിയെന്നും മറ്റ് കേസുകൾ പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു. തെളിവുകൾ ഹാജരാക്കിയെങ്കിലും മജിസ്ട്രേറ്റ് അതൊന്നും പരിഗണിച്ചില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു.
അതിനിടെ പരാതിക്കാരി സമൂഹമാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ബോബി ചെമ്മണൂർ ജാമ്യഹർജിയിൽ വ്യക്തമാക്കി. നടി ഹണി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചെമ്മണൂരിനെ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. ഇതോടെ മേൽക്കോടതിയെ സമീപിക്കാൻ പോലും സാഹചര്യമില്ലാതെ ബോബി ചെമ്മണൂരിന് ആദ്യ ദിനം കാക്കനാട് ജയിലിൽ കഴിയേണ്ടി വന്നു. 5 റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത്. എല്ലാവരും സമീപ ദിവസങ്ങളിൽ എത്തിയവരാണ്. പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും കഴിച്ചു. വസ്ത്രം മാറി പുതിയത് ധരിച്ചു. മരുന്നുകളും ബോബി കൈവശം കരുതിയിരുന്നു. ബോബിയെ ഇന്ന് രാവിലെ ജയിൽ ഡോക്ടർ പരിശോധിച്ചു. ഇന്നലെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കോടതി മുറിക്കുള്ളിൽ ബോബി തളർന്നു വീണിരുന്നു. എന്നാൽ വൈകിട്ട് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായിരുന്നു. തന്റെ കാലിന് പരുക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിനു മുൻപ് ബോബി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് ഡോക്ടർ ബോബിയെ വിശദമായി പരിശോധിച്ചതായാണ് വിവരം. മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നു. കോൺഗ്രസ് അനുഭവം ലീഗ് ഓർത്താൽ നല്ലത്. ആലപ്പുഴ. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരെയും ഒപ്പം കൂട്ടുന്ന അവസ്ഥയിലാണ് ലീഗെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മഹാഭൂരിപക്ഷം മുസ്ലിംകൾ തള്ളിക്കളഞ്ഞ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിപിഐയെയും ഒപ്പം കൂട്ടി തുറന്ന സഖ്യത്തിലേക്കാണ് പോക്കെന്നും അദ്ദേഹം പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒരുപോലെ സ്വീകാര്യരായവരെ UDF മത്സരിപ്പിച്ചാൽ അത്ഭുതമില്ല. മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ UDF വിജയം ആദ്യം ആഘോഷിച്ചത് എസ്ഡിപിഐയാണ്. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ഗൗരവമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ അനുഭവം ലീഗ് ഓർത്താൽ നല്ലത്. കോൺഗ്രസിന്റെ ശക്തികേന്ദ്രങ്ങളായിരുന്ന സംസ്ഥാനങ്ങളിൽ BJP പിടിമുറുക്കി. വർഗീയതയെ എതിർക്കാതിരുന്നതിന്റെ ഫലം. ഞങ്ങൾ ഒരു കച്ചവടത്തിനുമില്ല. സീറ്റിനും വോട്ടിനും വേണ്ടി രാഷ്ട്രീയ ചെത്തിത്തരം കാണിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താമസിച്ച മുറിയൊഴിഞ്ഞു. ഓട്ടോയിൽ കയറുന്നത് CCTVയിൽ. മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്ന് പരാതി. കോഴിക്കോട്. ദുരൂഹ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ മാമി, ഡ്രൈവറെയും ഭാര്യയെയും വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന് പരാതി. എലത്തൂർ പ്രണവം ഹൌസിൽ രജിത് കുമാർ 45, ഭാര്യ തുഷാര 35 എന്നിവരെയാണ് കാണാതായത്. മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം രജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അപ്രത്യക്ഷമാകൽ. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് മുറി ഒഴിഞ്ഞ ശേഷം ഇരുവരും വീട്ടിലെത്തിയില്ലെന്ന് തുഷാരയുടെ സഹോദരനാണ് നടക്കാവ് പോലീസിൽ പരാതി നൽകിയത്. ഇവരുടെ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ്. മാമി തിരോധാനവുമായി രജിത്തിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇതിനിടെയാണ് ഇരുവരെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. രജിത്തും ഭാര്യയും കുറച്ചുനാളായി എലത്തൂരിലെ വീട് ഒഴിവാക്കി കോഴിക്കോട് മാവൂർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിലായിരുന്നു താമസം. ഇന്നലെ രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് മുറി ഒഴിഞ്ഞ് പുറത്തുപോകുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇവരെക്കുറിച്ച് വിവരമുണ്ടായില്ല. ഇരുവരും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഓട്ടോ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂരിനെ കാണായത്. അരയെടുത്ത് പാലത്തെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കിറങ്ങിയ മാമിയെ കാണാതാവുകയായിരുന്നു. തലക്കുലത്താണ് മാമിയുടെ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിച്ചിരുന്നത്. നടക്കാവ് പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചിരുന്നത്. CCTV ദൃശ്യങ്ങളും ബാങ്ക് ഇടപാടുകളും മൊബൈൽ ടവർ ലൊക്കേഷനും ഉൾപ്പെടെ പരിശോധിച്ചിട്ടും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ജൂലൈ 10-ന് ADGP MR അജിത് കുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടും തുമ്പുണ്ടായില്ല. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിനു കൈമാറുകയായിരുന്നു. പെരുമ്പുഴയിൽ പുലി പിടിച്ചതെന്ന് സംശയിക്കുന്ന കേഴയുടെ ജഡം കണ്ടെത്തി. കൂടരഞ്ഞി. പെരുമ്പുഴ അങ്ങാടിക്ക് സമീപം പുലി പിടിച്ചതെന്ന് സംശയിക്കുന്ന കേഴയുടെ ജഡം കണ്ടെത്തി. ജഡത്തിലെ മാംസം പൂർണ്ണമായും കഴിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശമായ പുലിയോടും കടുവയെന്ന് സംശയിക്കുന്ന ജീവിയെ പ്രദേശവാസിയായ വീട്ടമ്മ കാണുകയും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറയും കൂടും സ്ഥാപിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. തിരൂർ നേർച്ചയ്ക്കിടെ ആന ആക്രമിച്ചയാൾ മരിച്ചു. മലപ്പുറം. തിരൂര് പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. തിരൂര് ഏഴൂര് സ്വദേശി കൃഷ്ണൻകുട്ടി 58 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 11:30 മരിച്ചത്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആന കൃഷ്ണൻകുട്ടിയെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണൻകുട്ടി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടിവരവ് ജാറത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ആനയിടഞ്ഞത്. പുലർച്ചെ 2:15-നായിരുന്നു അപകടം സംഭവിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട് 17 പേർക്ക് പരിക്കേറ്റിരുന്നു. പൊടിയിൽ വലഞ്ഞ് വലിയപൊല്ലി. കോടഞ്ചേരി. വലിയപൊല്ലി അങ്ങാടിയും പരിസര പ്രദേശങ്ങളും റോഡ് പണി പൂർത്തീകരിക്കാത്തതിനാൽ രൂക്ഷമായ പൊടിശല്യം മൂലം ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഇതുമൂലം അലർജി രോഗങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളാലും ജനങ്ങൾ വലയുന്നു.
മുരിക്കുംചാൽ മുതൽ പുള്ളിരാമ്പാറ വരെയുള്ള ജനങ്ങൾ ഇതുമൂലം വളരെയധികം ദുരിതം അനുഭവിക്കുന്നു. ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്ന് വലിയപള്ളി വിശുദ്ധ അൽഫോൻസ AKCC യൂണിറ്റ് ആവശ്യപ്പെട്ടു. പ്രസ്തുത യോഗത്തിൽ യൂണിറ്റ് ഡയറക്ടറും വികാരിയുമായ ഫാദർ ജിയോ പുതുശ്ശേരി പുത്തൻമുരിയിൽ, പ്രസിഡന്റ് റെജി ചിറയിൽ, സെക്രട്ടറി ഷൈനി വടയാടുകുന്നേൽ, ജോയി വട്ടക്കുന്നേൽ, ജോമി കണ്ടത്തിന്തര, ഷാജി പുത്തൻപുര, ഷേർലി നെല്ലിക്കയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ സ്കൂൾ ഗ്രാന്റിന് അപേക്ഷിക്കാം. സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് 2024 മുതൽ 25 വരെയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പാക്കേജ് ഗ്രാന്റിന് പ്രത്യേക ധനസഹായം അർഹതയുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് www.ssportal.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ജനുവരി 10 വരെ അപേക്ഷ സമർപ്പിക്കാമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോണ് 047722252908. പൂരോട്ടുപാറ സെന്റ് മേരീസ് ദൈവാലയത്തിൽ തിരുനാൾ കോടിയേറ്റ് നിന്ന്. തിരുനാൾ 2025 11 ജനുവരി 10, 12 തീയതികളിൽ. നെല്ലിപ്പൊയിൽ പൂരോട്ടുപാറ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ജനുവരി 10, 11, 12 വെള്ളി, ശനി, ഞായർ തീയതികളിലായി നടക്കും. കാര്യപരിപാടികൾ 2025 ജനുവരി 10 വെള്ളി വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് കൊടിയേറ്റ്. ലതീഞ്ഞ് വിശുദ്ധ കുർബാന മോൺസിഗോർ അബ്രഹാം വയലിൽ, വികാരി ജനറൽ താമരശ്ശേരി രൂപത. വൈകിട്ട് 6 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് സെമിത്തേരി സന്ദർശനം. 2025 ജനുവരി 11 ശനി വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മാത്യു കൊല്ലംപറമ്പിൽ, അഡ്മിനിസ്ട്രേറ്റർ, അൽഫോൻസ കോളേജ്, തിരുവമ്പാടി. 0630 ലതീഞ്ഞ് പ്രദക്ഷിണം പൂരോട്ടുപാറ അങ്ങാടിയിലേക്ക്. സന്ദേശം ഫാദർ ഇമ്മാനുവൽ പുരൂർ, നവവൈദികൻ. 7 ആശീർവാദം. തുടർന്ന് വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം, മെഗാ ഷോ, വൈബ് മ്യൂസിക് ബാൻഡ് കാലിക്കറ്റ്, സംഗീത, നൃത്ത, ഹാസ്യസന്ധ്യ. 2025 ജനുവരി 12 ഞായർ പകൽ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ കുര്യൻ താന്നിക്കൽ, റെക്ടർ സെന്റ് അൽഫോൻസ മൈനർ സെമിനാരി താമരശ്ശേരി. ഉച്ചയ്ക്ക് 12 മണിന് പ്രദക്ഷിണം. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് സ്നേഹവിരുന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.